ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഗെയിം വിളിക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ റിംഗ് ടോക്കൺ ഇവൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ M10ൻ്റെയും പിന്നെ M60യും കണ്ണാണ് ഇതിൽ മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ ഒരു ഡോഗിൻ്റെ തീമുള്ളൊരു ഗൺ സ്കിൻ ഉണ്ട് നമ്മുടെ M10. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ടുള്ള സൗണ്ട് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും സ്പിൻ ചെയ്യാൻ പോവാണ്. സ്പിൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട്. ആ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും ലക്കിൽ കിട്ടാം. അപ്പോൾ നമ്മൾ എന്തായാലും മന്ത്ലി മെമ്പർഷിപ്പിൽ ഒരു 55 വീക്കിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ട്രിക്ക് ഉണ്ട്. ഓക്കെ, പഴയ ട്രിക്ക് തന്നെയാണ്, പല യൂട്യൂബേഴ്സും പൈറ്റാറുള്ള ട്രിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഡയമണ്ട് റോയിൽ പോവുക, ഡയമണ്ട് റോയിൽ ഗോൾഡ് റോയിൽ പോവുക. നമ്മൾ ഈ ബണ്ടിലില്ല, അതൊന്ന് സ്പിൻ ചെയ്യുക. 10 സ്പിൻ ചെയ്തിട്ടുണ്ട്. 10 സ്പിൻ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ക്യാച്ച് അടിക്കും. ഓക്കെ, സെറ്റിങ്സിൽ പോയിട്ട് ക്ലിയർ ക്യാച്ച് അടിച്ചു വിടുക. ക്ലിയർ ക്യാച്ച് ഒരു വട്ടം അടിച്ചാൽ മതി, പല വട്ടം അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ക്ലിയർ ക്യാച്ച് അടിച്ചിട്ടുണ്ട്. ക്ലിയർ ക്യാച്ച് അടിച്ചിട്ട് നമ്മൾ റിട്ടേൺ വന്നിട്ട് നമ്മുടെ കോസ്റ്റ്യൂം ചേഞ്ച് ആക്കുക. ഇങ്ങനത്തെ റിച്ച് കോസ്റ്റ്യൂം ഒന്നും ചെയ്തിട്ടുണ്ട്. റിച്ച് അല്ല, എന്നാലും ചെറുതായിട്ട് നോപ്പിൻ്റെ പോലത്തെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിടുക. അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്ന പോലെ ഇങ്ങനത്തെ ഒക്കെ ചെറിയ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ, സിമ്പിൾ ഡ്രസ്സ്. അപ്പോൾ ഗരീനകാർക്ക് വലിയ സഹതാപം തോന്നിയിട്ട് തരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താ ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗണ്ണ് എക്യൂപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കണ്ണാണെങ്കിൽ അതൊക്കെ ഒന്ന് അൺഎക്യൂപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവന്റ് പേജിലേക്ക് വന്നിട്ട് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റും ഡോഗിൻ്റെ സ്കിന്നുള്ള M10 പിന്നെ നമ്മുടെ ഇൻക്യൂബേറ്റർ M10. അപ്പോൾ ഇൻക്യൂബേറ്റർ M10 കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ ഡോഗിൻ്റെ M10 കിട്ടിയാൽ മതി. അപ്പോൾ M60ൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കണില്ല. അപ്പോൾ നമ്മളിലെന്തായാലും ഒരു വൗച്ചർ ഉണ്ട് കേട്ടോ, ഒരു വൗച്ചർ മാത്രമുണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയത്. അത് നമുക്ക് എന്തായാലും വെച്ച് സ്പിൻ ചെയ്യാം. 150 ഡയമണ്ട് പൊട്ടിച്ചാൽ മതി. ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്. മൊത്തം 20 ടോക്കൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് 200ൻ്റെ ഒരു 10 സ്പിന്ന് ചെയ്യാം. 1 2 10 അടുത്തേക്ക് പോടാ. 10ൻ്റെ അടുത്തേക്കൊന്നും പോകണില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു 14 ടോക്കണാണ് കിട്ടിയിരിക്കുന്നത്. 34 ടോക്കൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 20 + 14 34 ടോക്കൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 10ൻ്റെ സ്പിന്ന് തന്നെ ചെയ്യാം. ഓക്കെ, 200 ഡയമണ്ടാണ്. 10ൻ്റെ സ്പിൻ ഒന്നുകൂടി ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കിട്ടിയാൽ ലക്ക് ഉണ്ടെങ്കിൽ ഭാഗ്യത്തിന് കിട്ടും. അപ്പോൾ എന്തായാലും 10 അല്ല 3 കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ വളരെ വളരെ ശോകമാണ്. അപ്പോൾ 1 കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ 50 ടോക്കൺ ആയിട്ടുള്ളൂ. ഇനി കുറേ ടോക്കൺ എടുക്കുന്നുണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കണമെങ്കിൽ തന്നെ. അപ്പോൾ എന്തായാലും ലക്ക് റോയിൽ സ്പിൻ ചെയ്ത് കിട്ടുമെന്നും ഒരു ഡൗട്ടാണ്. ഓക്കെ, തന്നു ഇത്രയും ഡയമണ്ട് പൊട്ടിക്കേണ്ടി വരും. എന്തായാലും നമുക്ക് നെക്കൊക്കെ പിടിക്കുന്നുണ്ട്. നെക്കി പിടിച്ചിട്ട് ലക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടായിരിക്കും. ഒരു ബഗ്ഗാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലിച്ചാണ്. ഇതേപോലത്തെ ട്രിക്ക് ചെയ്ത് നോക്കിയൊക്കെ കിട്ടുമോ? ഇല്ലില്ല, കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ടോക്കൺ മാത്രം തന്നിട്ടുണ്ട് ഒരു സിംഗിൾ സ്പിൻ ചെയ്തപ്പോൾ. എന്തായാലും നമ്മൾ വീണ്ടും ഒരു ഡയമണ്ട് റോയിൽ പോയിട്ട് സ്പിൻ ചെയ്യുക. ഓക്കെ, ഡയമണ്ട് റോയിൽ സ്പിൻ ചെയ്യുക. അപ്പോൾ അച്ചീവ്മെൻ്റ് ഒക്കെ എന്തോ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് അടിയിൽ കാണിക്കുന്നുണ്ട്. കുറേ പേര് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്പിന്നിങ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ വീണ്ടും ഗെയിം ഇവൻറ്റ് പേജിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 20 സ്പിന്ന് വീണ്ടും ചെയ്യാൻ പോവാണ്. കിട്ടുമോ? ഇതിൽ ഒരു സ്പിൻ ഇല്ല, ഒരു ടോക്കൺ വന്നാൽ അവർ വീണ്ടും പറ്റിച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ടോക്കണൊക്കെ എടുത്ത് കളയേണ്ട സമയമായി. ആകെ 2 ടോക്കൺ വെച്ചിട്ട് 2 ടോക്കൺ 3 ടോക്കൺ അങ്ങനെ കൂട്ടാൻ പിന്നും കുഴപ്പമില്ല. ഈ ഒരു ടോക്കൺ വെച്ച് എന്ത് ചെയ്യാനാണ്? നമ്മൾ വീണ്ടും ഒരു സിംഗിൾ സ്പിൻ ചെയ്തപ്പോൾ വീണ്ടും ഒരു ടോക്കണാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്ര ഡയമണ്ട് നമ്മുടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ആണ് കമൻറ്റ് ചെയ്യുക. നമുക്ക് മൊത്തത്തിൽ എത്ര എടുക്കാൻ പറ്റി, എത്ര ഡയമണ്ടാണ് എടുക്കാൻ പറ്റുന്നത് ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എത്ര ഡയമണ്ട് പൊട്ടിയെന്ന്. അപ്പോൾ നമ്മളിത് 200ൻ്റെ ഒരു വീണ്ടും സ്പിൻ ചെയ്തിട്ട് ഒന്നിലേക്ക് തന്നെ ഒരു വണ്ടി പോകണല്ലോ. നമ്മുടെ ഈ ഗൺ സ്കിൻ്റെ അടുത്തേക്കൊന്നും ഈ ഒരു സംഭവം പോകണില്ല, ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ലക്ക്. അപ്പോൾ എന്തായാലും മൊത്തം ഒന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 2 ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കാണാൻ പറ്റുന്ന പോലെ ഈ 2 ടോക്കണൊക്കെ 1 ടോക്കണൊക്കെയാണ് കിട്ടുന്നത്. 10 ടോക്കൺ തീരെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 200 സ്പിന്ന് ചെയ്തിട്ടുണ്ട്. 2 3 കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 അപ്പോൾ 3 വട്ടം മാത്രം കുറച്ച് ടോക്കൺ എക്സ്ട്രാ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ 1 തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും ഒരു 200 സ്പിൻ ചെയ്തിട്ടുണ്ട്. കാരണം 1 എടുത്ത് തന്നെ ആദ്യം തന്നെ കളയണം. മൊത്തം നമുക്ക് 97 ടോക്കൺ ആയിട്ടുള്ളൂ. അപ്പോൾ മൊത്തം കാണാൻ പറ്റുന്ന 1 കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര ടൈപ്പാണ് ഈ യൂണിവേഴ്സൽ ടോക്കൺ ഇവൻ്റ്. ഓക്കെ, എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 10,000 ഡയമണ്ട് അല്ലാതെ എൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കണ്ട. ചിലപ്പോൾ ലക്കിൻ്റെ കയ്യിൽ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡയമണ്ട് മൊത്തം മെസ്സേജ് വന്നിരിക്കും. നമ്മൾ വീണ്ടും സ്പിൻ ചെയ്തപ്പോൾ 1 തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 2 ചെറുതായിട്ട് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്. മൊത്തം 100 സംതിങ് ടോക്കൺ ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒരു 200 സ്പിൻ ചെയ്തിട്ടുണ്ട്. 2 3 എത്ര കിട്ടി 16 ടോക്കൺ. 25 ടോക്കണൊക്കെ കിട്ടേണ്ടതാണ്, പക്ഷെ നമുക്ക് 16 ടോക്കണാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ മൊത്തം 130 ടോക്കൺ ആയിട്ടുണ്ട്. ഓക്കെ, 130 ടോക്കണാണ് ആയിരിക്കുന്നത്. പിന്നെ നമുക്ക് വീണ്ടും ഒരു 200 സ്പിന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടുമോ? ലക്കില്ലെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ലക്ക് വെച്ചിട്ടില്ലെങ്കിലും ഈ കറക്കണയിൽ കിട്ടി കഴിഞ്ഞാൽ കുറച്ച് ലാഭമാണ്. ഇപ്പോൾ 143 ടോക്കൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 20ൻ്റെ താഴെയാണ് ടോക്കൺസ് മൊത്തം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വളരെ ടൈപ്പാണ്. 20ൻ്റെ മേലേക്കാണെങ്കിൽ വളരെ ലാഭങ്ങളുണ്ടായേനെ. വീണ്ടും കാണാൻ പറ്റും. 20ൻ്റെ സ്പിൻ നമ്മൾ വീണ്ടും ചെയ്തിട്ടുണ്ട്.
കിട്ടോ ഇല്ല. രണ്ട് കിട്ടി. ഭാഗ്യം ഒരു ഭാഗ്യമുണ്ട്. ഒന്ന് കിട്ടിയില്ലല്ലോ. നഷ്ട കിട്ടി. അപ്പോൾ 2 കിട്ടി. പിന്നെ 1. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പൊട്ടിപ്പോയി. വീണ്ടും നമ്മൾ ഒരു 20 സ്പിന്ന് ചെയ്യാൻ പോവാണ്. 20 സ്പിന്നിലപ്പോൾ 1 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 1 ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 200 സ്പിന്ന് ചെയ്യുമ്പോൾ വീണ്ടും ഒരു 20 സ്പിന്നാണ് ചെയ്യാം. 1 തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇവർ കിട്ടി തന്നുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് വീണ്ടും പോയിട്ട് ഡയമണ്ട് റോയിൽ പോയിട്ട് ഗോൾഡ് റോയിൽ പോയിട്ട് 10 സ്പിൻ ചെയ്യാം. 10 സ്പിൻ ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ആ ഇവൻറ്റിൽ പേജിലേക്ക് തന്നെ കിടക്കാം. എവിടെ നമ്മുടെ പേജ് എവിടെ? കിട്ടി. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ കാണാൻ പറ്റും. കുറച്ചും കൂടി ടോക്കൺ വേണം. അതുകൊണ്ട് നമ്മൾ 200 സ്പിന്നാണ് ചെയ്യാൻ പോകുന്നത്. 200 സ്പിന്ന് ചെയ്യാം. കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയോ ടോക്കൺസ് 2 10ൻ്റെ അടുത്തേക്കൊന്നും പോകണില്ല. അപ്പോൾ ഇത്ര 16 ടോക്കൺ ആവും. വളരെ ശോകം തന്നെയാണ്. ഇപ്പോൾ 16 20ൻ്റെ താഴേക്കാണ് നമുക്ക് ടോക്കൺ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതും വളരെ നഷ്ടമാണ്. ഇപ്പോൾ ലക്ക് ചെയ്തിട്ട് നമുക്ക് സ്പിൻ ചെയ്തിട്ട് ആ ഗണ്ണ് കിട്ടി. ഗണ്ണ് കിട്ടി. നമ്മുടെ M10ൻ്റെ ഗണ്ണ് കിട്ടി. ഓക്കെ, M10ൻ്റെ നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ടോപ്പ് ഗണ്ണനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കൺഗ്രാജുലേഷൻ എൻ്റെ മോനെ. അപ്പോൾ ഈ ഒരു ഗണ്ണ് നമുക്ക് സ്പിന്നിങ് ഇതിലൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കാണാൻ പറ്റും. ടോപ്പ് ഗണ്ണ്, ഇൻക്യുബേറ്റർ ടോപ്പ് ഗണ്ണ് നമുക്ക് സ്പിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ കുറച്ചല്ല കുറേ ഡയമണ്ട് പൊട്ടി. അപ്പോൾ ഇതാണ്. അപ്പോൾ പിന്നെ എത്ര ടോക്കൺ കിട്ടി? 21 ടോക്കണും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ ലാഭമാണ്. അപ്പോൾ ഈ ഒരു സ്പിന്നിങ്ങിൽ മാത്രം ലാഭം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ 200 സ്പിന്ന് വീണ്ടും ചെയ്യാൻ പോകുന്നത്. ഇനി ഗണ്ണ് കിട്ടുമോ? ലക്ക് വഴി സ്പിൻ ചെയ്ത് കിട്ടോ കിട്ടില്ല. 2 ടോക്കൺ കിട്ടിയിട്ട് എത്ര ടോക്കൺ കിട്ടി? 15 ടോക്കൺ മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗണ്ണൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ വീണ്ടും ഒരു 200 സ്പിന്ന് ചെയ്യാം. നമുക്ക് ഈ ഒരു ഡോഗിൻ്റെ സ്കിൻ എടുക്കണം വളരെ താല്പര്യമുണ്ട്. എന്തായാലും ഇത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പിൻ ചെയ്യാൻ പോകാൻ 200 സ്പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഡോഗിൻ്റെ അടുത്തേക്കൊന്നും പോകണില്ല കേട്ടോ. ലക്ക് ഡോഗിൻ്റെ അടുത്തേക്ക് ഒന്നും പോകണില്ല. അത് നമുക്ക് 13 കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ വളരെ ശോകമായിരുന്നു ആ സ്പിന്നിങ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ട്. ഡോഗിൻ്റെ സ്കിൻ ഇപ്പോൾ എടുക്കാൻ പറ്റുമോന്നും അറിയില്ല. ഇപ്പോൾ നമുക്ക് ടോക്കൺ ആയിട്ടില്ല. ടോക്കൺ കുറച്ചും കൂടി വേണം. അപ്പം അതുകൊണ്ട് സ്പിൻ ചെയ്യണ താല്പര്യമുണ്ട്. പക്ഷേ ഇനി ഇത്രയും ഡയമണ്ട് പൊട്ടിക്കണം ഈ ഡോഗിൻ്റെ സ്കിന്നിന് വേണ്ടി. 250 ടോക്കൺ കൊടുക്കണം ഈ ഡോഗിൻ്റെ M10 എടുക്കാൻ വേണ്ടി. അതിന് സ്പെഷ്യൽ സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും തൽക്കാലം കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് നോക്കണത്. നമ്മുടെ M10ൻ്റെ സ്കിന്ന് നോക്കി നോക്കാം. നമുക്ക് നമ്മുടെ ടോപ്പ് ഇൻക്യൂബേറ്റർ ഗൺ സ്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫയറിൻ്റെ ചെറുതായിട്ട് എഫക്റ്റ് ഒക്കെ ചെറുത ഗണ്ണിൻ്റെ അറ്റത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് കയ്യിൽ പിടിച്ച് നോക്കാം. അപ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് കാണാൻ പറ്റും. ലുക്കൊക്കെ ലോബിയിൽ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഇൻക്യൂബേറ്റർ ഗൺ ആയതുകൊണ്ട് അതൊക്കെ വളരെ ഫേവറേറ്റ് ഒരു ഗൺ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇൻക്യൂബേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അപ്പോൾ ഇൻക്യൂബേറ്റർ ഉള്ള സമയത്ത് കളിച്ച പ്ലെയേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ ഡോഗ് സ്കിന് നമ്മൾ എടുക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് എന്നിട്ട് പറയുക 3000 ഡയമണ്ട് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്നും കൂടി എടുത്തേക്കാം. അപ്പോൾ എന്തായാലും ബാക്കി ഒരു സ്പിന്നിങ് വീഡിയോയിലേക്ക് വെക്കുന്നില്ല. കാണാൻ പറ്റും 250 ടോക്കണാണ്. 15 ടോക്കൺ അതിന് 35 ടോക്കൺ കൂടി മതി. 35 ടോക്കൺ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളൊരു 20ൻ്റെ സ്പിൻ ചെയ്തിട്ടുണ്ട്. 20ൻ്റെ സ്പിന്നിൽ എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, നമുക്കൊരു 2 ടോക്കൺ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 20ൻ്റെ സ്പിൻ വെച്ചാൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ 20ൻ്റെ സ്പിന്ന് വീണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 5 സ്പിന്ന് നമുക്ക് 20ൻ്റെ ചെയ്ത് നോക്കാം. അപ്പോൾ 2 ടോക്കണാണ് വീണ്ടും കിട്ടിയിരിക്കുന്നത്. ലാഭമുണ്ട്. അപ്പോൾ നമുക്ക് 20ൻ്റെ സ്പിന്നിൽ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 കിട്ടുന്നുണ്ടല്ലോ. 1 കിട്ടാണ്ടിരുന്ന 1 കിട്ടി പറയുമ്പോഴേക്കും 1 കിട്ടിയിട്ടുണ്ട്. എന്നാലും വീണ്ടും 20ൻ്റെ സ്പിൻ ചെയ്ത് നോക്കാം. 20ൻ്റെ സ്പിന്നിൽ വീണ്ടും 1 കിട്ടിയിരിക്കുന്നത്. വീണ്ടും ഒരു 20ൻ്റെ സ്പിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് 2900 ഡയമണ്ട് ആവും. ഇപ്പോൾ എന്തെങ്കിലും കിട്ടുമോ? ഏത് ഗണ്ണ്? മറ്റേ നമ്മുടെ ഇൻക്യുബേറ്റർ നമുക്ക് കിട്ടിയില്ലേ? കിട്ടിയ ഒരു ചുമന്ന ഗണ്ണ് നമുക്ക് വീണ്ടും M10 അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ടോക്കണിൽ കൺവേർട്ട് ചെയ്യും കേട്ടോ. 100 ടോക്കൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ശരി അത് മറ്റേ കിട്ടിയില്ല കുഴപ്പമില്ല. ഇതിലും കിട്ടിയാൽ മതി. നമുക്ക് എന്തായാലും 100 ടോക്കൺ കിട്ടിയിട്ട് 100 ടോക്കൺ കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും എക്സ്ചേഞ്ച് തീർക്കാൻ പറ്റും. അപ്പോൾ ഈ 100 ഡയമണ്ട് 100 ടോക്കൺ വെച്ചിട്ട് നമുക്ക് എക്സ്ചേഞ്ച് തീർക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതും കിട്ടിയത് വളരെ ലാഭം തന്നെയാണ്. നമുക്ക് എന്തായാലും ഇവന്റ് പേജിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് എത്ര ടോക്കൺ ആയിട്ട് 320 ടോക്കൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ടോക്കൺ ലാഭം വേറെയും കിട്ടും. ഇപ്പോൾ 2 ഗൺ സ്കിന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഡോഗിൻ്റെ സ്കിന്ന് സൗണ്ട് എഫക്റ്റ് ഒക്കെ കൊടുത്ത് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കാണിച്ചു തരാം. എന്തായാലും നമുക്കതൊന്ന് വേഗം തന്നെ ക്ലെയിം ചെയ്യാം. ഡോഗിൻ്റെ സ്കിന്നപ്പോൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റും. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, കാണാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്. കയ്യിലൊക്കെ പിടിക്കുമ്പോൾ നല്ല രസമുണ്ടായിരിക്കട്ടെ ഈ ഒരു സ്കിന്ന്. വെറൈറ്റി തീമിലുള്ള ഗൺ സ്കിൻ ആയതുകൊണ്ടാണ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചതും ഇല്ലെങ്കിൽ നമ്മൾ ആ മറ്റേ ഇൻക്യുബേറ്റർ ഗൺ സ്കിന്നിൽ തന്നെ ഒതുക്കി വിട്ടാനെ. ഇത് കാണാൻ പറ്റുന്ന പോലെ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ ഒന്ന് പിടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഇൻക്യുബേറ്ററിൻ്റെ യൂണിവേഴ്സൽ ടോക്കൺ ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കി അതെങ്കിലും എടുത്തു. നമുക്ക് വല്ല ലക്കിനോ വല്ലതും കിട്ടുമോ എന്നൊക്കെ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ M10ൻ്റെ സ്കിൻ അക്യൂബ്ഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ ഇതേപോലെയാണ് കാണാൻ പറ്റുക. നമ്മളെന്തായാലും ഇന്ന് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് അതിൻ്റെ ഫയർ എഫക്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ലോബിയിൽ നിൽക്കുമ്പോൾ ഇതേപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്നാലും നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഗണ്ണ് കൊണ്ട് ഫയർ ചെയ്യുമ്പോൾ സൗണ്ട് നമ്മൾ കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ആയിരിക്കും സൗണ്ട് എഫക്റ്റ് ഡോഗിൻ്റെ കിട്ടുക. അപ്പോൾ നമ്മൾ എന്തായാലും ബാക്കിൽ വെച്ചിട്ട് ഗണ്ണ് പോകുമ്പോൾ ഇതേപോലെ ആയിരിക്കും. അപ്പോൾ ഇതേപോലത്തെ സ്പിന്നിങ് വീഡിയോ കൂടെ അങ്ങനെ തന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളതിൽ ഗോൾഡൻ ക്രിമലിൻ്റെയും നമ്മൾ അപ്കമിങ് ഇവൻസിൻ്റെ ഒക്കെ സ്പിന്നിങ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ബൈ.